ആലോചിക്കേ. അതാരും പറയുന്നില്ല. ഇവരെല്ലാരും കൂടി കാറ് പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നില്ലേ? ഇത്ര കാറ് വേണമെന്ന് ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്റെ അമ്മയെ നാട്ടിച്ച് എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞിക്കാറ് പോയപ്പോ പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? ആനക്കാരുടെ ഒരു പേരിൽ ലൂസാന്ന് പറഞ്ഞേ, ആനക്ക് ഒരു പേര് കൂടുതൽ. പോയിക്കോ. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷയിലേക്ക് എത്തിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷെ വിജയരാഘവൻ സഖാവ് നമ്മളെ പോലെ അല്ലാതെ ഒരു ബുദ്ധിജീവിയാണ്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എന്ത് പ്രശ്നം? സമരത്തിന് പോകണം, അടിപിടിക്ക് പോകണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. സത്യം പറഞ്ഞാൽ വിജയരാഘവന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കുള്ളൂ. എന്തിനാണ് എല്ലാവരും കാറിൽ പോകണമെന്ന് വാശി പിടിക്കുന്നത്? പക്ഷേ വഞ്ചിയൂർ കോടതിയുടെ മുമ്പിൽ നടത്തിയ പാർട്ടിയുടെ സമ്മേളനം, ഏരിയ സമ്മേളനം പോലെ ഒന്ന് ആ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് 18 നടത്തുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കാക്കത്തുള്ളായിരം അകമ്പടി വാഹനങ്ങൾക്കും ആംബുലൻസിനും ഫയർ എഞ്ചിനും അതിന്റെ ഒന്നും ആവശ്യമില്ല. മുഖ്യമന്ത്രി ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോയാത്ത കുഴപ്പം ഈ വയസ്സുകാലത്ത് നടക്കുന്നത് നല്ലതല്ല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം? ഇതിനുമേ തൂങ്ങിച്ചാവുന്ന എന്നാ പോയി തൂങ്ങിച്ചത്. ഇവൻ ആരടാ കാര്യങ്ങളെ സാരതടാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. തളരരുത് രാമകുട്ടി, തളരരുത്. നല്ലൊരു വ്യായാമം വേറെ എന്താ ഉള്ളത്? അതുപോലെ ബാക്കി മന്ത്രിമാരൊക്കെ അതിന്റെ അടുത്തുള്ള വീടുകളിൽ നടത്താൻ മതി. അവരൊക്കെ ഇറങ്ങി നടക്കട്ടെ. ആരോഗ്യത്തിന് നല്ലതല്ലേ? എല്ലാവരും കാറിപ്പോണം, എല്ലാ ദിവസവും കാറിപ്പോണെന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ ആളാ. ഞാൻ വിചാരിച്ചത് ജോലി ഉറപ്പിക്കാൻ പറ്റും. അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനി കിടന്ന് ചാടുന്നേ? വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയും അധികാരവും ഒക്കെ ഉള്ളവർക്കുള്ള പ്രിവിലേജ് സാധാരണക്കാരനില്ലല്ലോ. അതുകൊണ്ടല്ലേ അവൻ നടന്നു പോയാൽ പോരെ. അവൻ എന്തിനാണ് അമ്മായിയുടെ വീട്ടിൽ പോകുന്നത്, അവൻ എന്തിനാണ് സല്ലപിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ നാട്ടുകാരുടെ മുഖത്തോക്കി ചോദിക്കാൻ കഴിയുന്നത്. പിന്നെ കഷ്ടല്ലേ കോമൺ സെൻസിൽ അതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരാരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. ബിന്ദു ടീച്ചർ നടന്ന് സെക്രട്ടേറിയറ്റ് വരെ പോയി നമുക്കൊരു മാതൃക കാണിക്കട്ടെ. പുള്ളി വീട്ടിൽ പോയിട്ട് ആദ്യം ഭാര്യ ഉപദേശിക്കട്ടെ, പ്രിയപ്പെട്ട ബിന്ദു സഖാവേ, ഇന്ന് മുതൽക്ക് നീ സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോകും എന്ന് പറഞ്ഞാൽ ടീച്ചർ കേൾക്കില്ലേ? തീർച്ചയായിട്ടും കേൾക്കും, അനുസരിക്കും. അപ്പൊ വിജയരാഘവൻ സഖാവിന് ഒരു മാതൃക കാണിക്കാൻ പറ്റും. അങ്ങനെ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. അഭിമാനം ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് ഈ നാട്ടിലിറങ്ങി തലവൊക്കെ നടക്കണ്ട. ഇതിലും ഭേദം അതായിരുന്നു. മന്ത്രിമാർ മുഹമ്മദ് റിയാസ് മുതൽക്കുള്ളവരെ കാണിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് മണിക്കൂർ ഇളം കൊടുക്കുക. കാരണം അദ്ദേഹത്തിന് പ്രായാധികമുണ്ട്, അനാരോഗ്യമുണ്ട്, പിന്നെ ബുദ്ധിക്ക് ചില സമയത്ത് തകരാറ് കാണിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ അത് എന്നെ ശരിക്കും ശ്രദ്ധിക്കേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് A. ജയശങ്കർ ഇവർക്കൊക്കെ ഈ കട്ടൻ ചായയും പരിപ്പോടയും മാത്രം മതിയോ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും എന്ന് ചോദിച്ചത് EP ജയരാജനാണ്. അപ്പൊ ഇവർ പരിപ്പോടെ ഉള്ളൂ. ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ലേ സാറേ? പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടയും ചായയും മീഡിയമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ. ഇതിൽ പ്രതികരിക്കാൻ ശ്രീ കമാൽ പാഷ ഈ കാര്യത്തിൽ കോടതി ഒരു നിലപാടെടുക്കുകയും ശക്തമായ വിമർശനം ഉന്നയിക്കുകയും വേദിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ആ പാർട്ടിയുടെ ഏത് പാർട്ടിയാണോ വഞ്ചിയൂരിൽ നടു റോഡിൽ സ്റ്റേജ് കെട്ടിയത് ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ഇന്നിപ്പോൾ ചോദിക്കുന്നു എന്തിനാണ് ആളുകൾ കാറിൽ പോകുന്നത്, നടന്നു പോയാൽ പോരെയെന്ന്. അത് ശരിയാണ്. ഈ ചോദിച്ച അയാൾക്ക് നടന്നു പോയാൽ മതി. വേറെ പലരും കാറിൽ പോണോ നടന്നു പോകണമെന്ന് ഇദ്ദേഹമാണോ തീരുമാനിക്കുന്നത്? ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അത്രയേ ഉള്ളൂ. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്നവർക്ക് വിവരം വേണമെന്ന് കാണത്തില്ലല്ലോ. അതായിരിക്കും. അപ്പൊ പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റാൻഡേർഡ് നമ്മൾ കണ്ടല്ലോ. ഇതല്ലേ സ്റ്റാൻഡേർഡ്? അതായത് നടന്നു പോയാൽ പോരെ, കാറിനകത്ത് പോകേണ്ട കാര്യമുണ്ടോ? കാട്ടോർമ്മൻ എങ്ങനെയുണ്ട്? ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നുമില്ലല്ലോ. ഒരു സെക്കൻഡ് ഞാൻ നോക്കാം. ഓ ഇതായിരുന്നല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി ഇവിടെ ആയിരുന്നു കുഴപ്പം. ഇവിടെ കിളി പറന്നു പോയത്. ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ
രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് കിനോഫിയ ടഗാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി.